ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാബി ഫുഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ടൈറ്റിലും തംബ്നെയിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കരുതുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ചെറിയൊരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ വീഡിയോ ആക്കി എടുത്ത് നിങ്ങളുമായിട്ട് ആ സന്തോഷം ഷെയർ ചെയ്യാമെന്നാണ്. അപ്പോൾ കാർണോറ മോളും എൻ്റെ മോളും ഉണ്ട്. അപ്പോൾ എപ്പോൾ എൻ്റെ ഫോൺ വന്ന് ചെക്കൊക്കെ ചെയ്യും, എത്രയായി 1K ആയോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ 1K ആയതിന് ശേഷം പിന്നെ അവർക്ക് ഒരു 1 മില്യൺ അടിച്ച സന്തോഷമായിരുന്നു. അങ്ങനെ ഞാൻ തലേന്നാണ് കേക്കൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ എടുത്തിട്ട് ഒരാഴ്ചയായി. എഡിറ്റും കാര്യമൊക്കെ കഴിയുമ്പോഴേക്കും കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ തലേന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ കേക്കൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. ഫ്ലവറൊന്നും ഇല്ല, മേലെ ഗണാശയൊക്കെ വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു കേക്ക്. അപ്പോൾ കേക്കൊക്കെ റെഡിയാക്കി അത് 3 ലെയറായി കട്ട് ചെയ്ത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് കേക്ക് പൊടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് പിന്നെ ക്രീമൊക്കെ വെച്ച് ഓരോരോ ലെയറായി സെറ്റ് ചെയ്ത് പിറ്റേന്ന് ഉച്ചക്കാണ് മക്കൾക്ക് എന്തൊക്കെയോ കള്ളക്കളി ഉണ്ടായിരുന്നു. അവർ എന്തൊക്കെയോ പോയിട്ട് ടൗണിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നും കാണിച്ചു തന്നിട്ടില്ല. അവർക്ക് ഇതൊരു വലിയ സെലിബ്രേഷൻ ആക്കാനാണ് അവർ ഉദ്ദേശിച്ചത്. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ച് ഒരു കേക്ക് കട്ട് ചെയ്ത് അവർ പറഞ്ഞു പിന്നെ ബിരിയാണി വെക്കണമെന്ന്. അപ്പോൾ മന്തി തന്നെ വേണമെന്ന് പറഞ്ഞു. മന്തി ഭയങ്കര ഇഷ്ടമാണ്. ഞാനുണ്ടാക്കുന്ന മന്തി അവർക്ക് കാർണോറമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ തലേന്ന് വൈകുന്നേരം ഈ കേക്കൊക്കെ ഇതുപോലെ നന്നായി സെറ്റ് ചെയ്ത് ലാസ്റ്റ് മിനുക്ക് പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഗണാഷ് കഴിച്ചത്. അപ്പോൾ 1K എന്ന് പറയുന്ന ഞാൻ ക്രീം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതൊക്കെ പിന്നീട് മെൽട്ടായിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്നൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു 1K എന്നൊന്നും എഴുതാൻ. പിന്നെ ഞാൻ ക്രീമൊന്നും അതിനായിട്ട് ആക്കിയിട്ടൊന്നുമില്ല. ഉള്ളതിനെ കൊണ്ട് 1K എന്നൊക്കെ എഴുതി ഒപ്പിച്ചെടുത്തു. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തിട്ട് പിറ്റേന്നാണ് 1K എഴുതുന്നത്. അതൊക്കെ പിന്നീട് മെൽട്ടായിപ്പോയിന്. അങ്ങനെ പിറ്റേന്ന് ഉച്ചക്ക് മന്തിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഈ മന്തി റെസിപ്പി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 3-4 വീഡിയോസ് കഴിഞ്ഞിട്ട് ഇട്ടിരുന്നു. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊന്നും ഈ വീഡിയോ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയായ മന്തി റെസിപ്പിയാണ്. ഞാൻ ഒരുപാട് മന്തി ട്രൈ ചെയ്തതിൽ നിന്നും ഒത്തിരി ഇഷ്ടവും നല്ല ജ്യൂസി ആയിട്ടുള്ള മന്തി റെസിപ്പിയാണ്. ആ ചിക്കൻ്റെ സ്റ്റോക്കും ചിക്കൻ്റെ മസാലയും ഒക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റിയായ ചിക്കൻ മന്തിയും ബീഫ് മന്തിയും എങ്ങനെയാണ് റെഡിയാക്കുന്നത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണണം. അപ്പോൾ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോഴാണ് മന്തി പീസ് ഇടലുള്ളൂ. നമ്മൾ പൊതുവേ വീട്ടിലുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ബിരിയാണി പീസ് തന്നെ ആക്കിയിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം മന്തിയുടെ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കൽ ആദ്യം മക്കളൊക്കെ ഭക്ഷണം കഴിച്ചു. അതിനുശേഷം നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടാണ് കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വാന്നും പറഞ്ഞിട്ട് എന്നെ റൂമിലേക്ക് അയച്ചു. അങ്ങനെ എല്ലാവരുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മളും ഭക്ഷണം കഴിച്ച് എന്നോട് പറഞ്ഞ് ഈ ഡ്രസ്സൊന്നും പോരാ, നല്ല പുതിയ ഡ്രസ്സ് ഇടണം, നമുക്ക് ഈ 1K നല്ല സെലിബ്രേഷൻ ചെയ്ത് ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ റൂമിലേക്ക് അയച്ചു. അപ്പോൾ ഒന്നും എനിക്ക് സംഭവം അറിയില്ലായിരുന്നു എന്താണ് ഇവരുടെ പ്ലാൻ എന്നൊക്കെ. അപ്പോൾ ഞാൻ റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റി വരുമ്പോഴേക്കും അവർ പാർട്ടി പോപ്പറൊക്കെ പൊട്ടിക്കൽ ഫൈലായിന്. അതൊക്കെ വിതറിയിട്ടാണ് റൂമിൽ നിന്ന് എനിക്ക് സർപ്രൈസ് തന്നത്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യുകയാണ്. കണ്ടില്ല അവരുടെ സന്തോഷം. 1 മില്യനായ സന്തോഷമാണ് അവർക്ക്. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഞാൻ അനിയത്തിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവളോട് പറയുകയാണ്
സബ്സ്ക്രൈബേഴ്സിനൊക്കെ കേക്ക് കൊടുക്കണം. അവർക്കും കൂടി കേക്ക് ഫസ്റ്റ് കൊടുക്കാം, എന്നിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഈ ഒരു പീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരും വീഡിയോ കണ്ട് നല്ല കമൻസ് ഇടുമ്പോഴാണ് നമുക്ക് പിന്നീടൊരു നല്ല വീഡിയോ ചെയ്യാനുള്ള ഉന്മേഷം ഉണ്ടാകുന്നത്. അപ്പോൾ ഇനിയും നല്ല വെറൈറ്റി റെസിപ്പിയും പാർട്ടി വീഡിയോസും എല്ലാം വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ബൈ.